ദ്വിതീയ മേഖല സെക്കൻഡറി സെക്ടർ. പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുവായിട്ട് ഉപയോഗിക്കുന്നതാണ് ദ്വിതീയ മേഖല. അപ്പോൾ പ്രാഥമിക മേഖലയിൽ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുവായിട്ട് ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനെയുള്ളത് നടക്കുന്ന മേഖലയാണ് ദ്വിതീയ മേഖല. നിർമ്മാണ പ്രവർത്തനങ്ങളും വ്യാവസായിക ഉൽപ്പാദനവും അടങ്ങുന്നതാണ് ദ്വിതീയ മേഖല. നിർമ്മാണ പ്രവർത്തനങ്ങളും വ്യാവസായിക ഉൽപ്പാദനവും അടങ്ങുന്നതാണ് ദ്വിതീയ മേഖല, സെക്കൻഡറി സെക്ടർ. ഈ ദ്വിതീയ മേഖലയിലുള്ള അസംസ്കൃത വസ്തു എന്ന് പറയുന്നത് പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ ആണ് അസംസ്കൃത വസ്തുവായിട്ട് ദ്വിതീയ മേഖലയിൽ ഉപയോഗിക്കുന്നത്. നിർമ്മാണ പ്രവർത്തനവും വ്യാവസായിക ഉൽപ്പാദനവും അടങ്ങുന്നതാണ് ദ്വിതീയ മേഖല. വ്യവസായത്തിന് ഏറെ പ്രാധാന്യമുള്ള ഈ മേഖല അതിനാൽ തന്നെ വ്യവസായ മേഖല എന്ന് അറിയപ്പെടുന്നു. വ്യവസായത്തിന് പ്രാധാന്യം ഏറെ ആയതുകൊണ്ട് തന്നെ നമ്മൾ വ്യവസായ മേഖല എന്നും ദ്വിതീയ മേഖലയെ പറയുന്നുണ്ട്. അടുത്ത വരുന്നതാണ് തൃതീയ മേഖല, ടെറിഷറി സെക്ടർ. പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതും വിതരണം ചെയ്യുന്നതും സേവന മേഖലയിലെ പ്രവർത്തനങ്ങളാണ്. സേവന മേഖലയാണ് തൃതീയ മേഖല എന്നറിയപ്പെടുന്നത്. ഗതാഗതം, ബാങ്കിങ്, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നിവ തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്നതാണ്. ഗതാഗതം, ബാങ്കിങ്, ആരോഗ്യം, വിദ്യാഭ്യാസം. സേവന മേഖല എന്നാണ് തൃതീയ മേഖല. എന്നാൽ വ്യാവസായിക മേഖല എന്നറിയപ്പെടുന്നതാണ് ദ്വിതീയ മേഖല. പ്രധാനമായും 3 വിധത്തിലുള്ള സമ്പദ് വ്യവസ്ഥയാണ് ലോകത്ത് ഇന്ന് നിലവിലുള്ളത്. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, ക്യാപിറ്റലിസ്റ്റ് എക്കണോമി. സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, സോഷ്യലിസ്റ്റ് എക്കണോമി. മിശ്ര സമ്പദ് വ്യവസ്ഥ, മിക്സഡ് എക്കണോമി. സ്വകാര്യ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ഉൽപ്പാദന വിതരണ രംഗങ്ങളിൽ പ്രാധാന്യം നൽകുന്ന സമ്പദ് വ്യവസ്ഥയെ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നു. അമേരിക്ക, ഫ്രാൻസ്, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥകൾ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥകളാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് കാർഷിക മേഖലയാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് കാർഷിക മേഖലയാണ്.